ഇപ്രാവശ്യത്തെ എൻ്റെ ഓയിലിനിടാനായിട്ടുള്ള കറ്റാർ വാഴ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കുറേശ്ശെ ഉള്ളതൊക്കെ ഞാൻ കാണിക്കണേന്. നമ്മുടെ വീടാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യത്തെ ഇതിനുള്ള ഓയിലിന് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മുക്കുറ്റി എടുക്കുന്നത്. കണ്ട മുക്കുറ്റിയുടെ ഒരു കൂട്ടമാണ് ഇത്. രാവിലെ ഇതിൻ്റെ പൂവുകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കൂട്ടാ. എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാനായിട്ട്. ഞാനപ്പോൾ എടുക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് അതിൻ്റെ ഒരു തിരക്കിൽപ്പെട്ട് അങ്ങനെ പോയതാണ്. ഇത് നമ്മുടെ ഓയിലിനുള്ള മുക്കുറ്റിയാണ്. ഇത് മതി, ധാരാളം, അടിപൊളി, എല്ലാം നല്ല സമ്പുഷ്ടമായിട്ടുള്ളതാണ്. കണ്ട ഇതിൻ്റെ ഇത് കണ്ട തെങ്ങ് പോലെയാണ് കേട്ടോ. ഇത് കണ്ട ഇത് ഒരു വർഷമൊക്കെ ശരിക്കും നിൽക്കും നമുക്ക്. പക്ഷേ ഇതൊക്കെ ഞാൻ കുറേശ്ശെ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. കണ്ട ഇതവിടെയൊക്കെ നിൽക്കുന്നുണ്ട് മുക്കുറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓയിലിന് ആവശ്യമുള്ളതാണ്. നമ്മൾ നാച്ചുറലാണ്. ഓരോ പ്രാവശ്യവും ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് പിന്നത്തെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്വേഷിച്ച് വെക്കും. നമുക്കിത് എവിടെ, ഇതിപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത വീട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ട ഇതൊക്കെ പ്രകൃതി തന്നെ നമുക്ക് തരുന്നതാണ്. കണ്ട ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. ഒരാൾ എന്നെ വാച്ച് ചെയ്യണേണ് കേട്ടോ. എടി പെണ്ണേ, പെണ്ണല്ല ആണാന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ട അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് മുക്കുറ്റി. കണ്ട നമ്മുടെ മൂകാംബിക കസ്റ്റമേഴ്സിന് ഞാൻ കാണിക്കുന്നതാണ്. നമ്മൾ നാച്ചുറലാണ്. അതെൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നാച്ചുറലായിരിക്കുക. ഒരു സാധനവും നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം നന്നായിട്ട് ചേർക്കണമെന്നേ. ഓയിൽ എന്തോരം നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പം എൻ്റെ മൂകാംബിക കാച്ചെണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.